കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തെ പിടിച്ചു കുലിക്കാൻ രണ്ട് സംഭവങ്ങളുണ്ടായി. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, രണ്ട് കന്യാസ്ത്രീമാരെ മനുഷ്യക്കടത്ത് കേസ് ആരോപിച്ച് അല്ലെങ്കിൽ മതപരിവർത്തന കേസ് ആരോപിച്ച് റെയിൽവേ പോലീസ് ജാർഖണ്ഡിലെ ഏതോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. ദുർഗാണെന്ന് തോന്നുന്നു. അത് അവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. ഒരു നോർമൽ കേസാണ്. ഒരു സംസ്ഥാനത്ത് നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 14 ദിവസം റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധാരണ പ്രൊസീജറാണ്. എന്റെ അമ്മയെ കേരളത്തിൽ എന്തോന്നായിരുന്നു ബഹളം. രാജീവ് ചന്ദ്രശേഖർ ഓടുന്നു, ജോൺ ബ്രിട്ടാസ് ഓടുന്നു, MA റഹീം ഓടുന്നു, ചിന്ത ചേച്ചി ഓടാൻ പോകുന്നു, വീണ ചേച്ചി പ്ലെയിൻ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു, VD സതീശന് പോകാൻ മുട്ടി നിൽക്കുന്നു. എന്തുപറ്റി? രണ്ട് കന്യാസ്ത്രീമാര് അറസ്റ്റിലായി. അതിന് അവിടുത്തെ നിയമവും കോടതിയും മറ്റു കാര്യങ്ങളും ഉണ്ട്. ഉടൻ കേരളത്തിൽ നിന്ന് BJPയുടെ ഉന്നത തലത്തിൽ രണ്ട് സ്വയം സേവകരെ അങ്ങോട്ട് അയക്കുകയാണ്. സ്വയം സേവകരെന്ന് വേണം പറയാൻ. ഷോൺ ജോർജും അനൂപ് ആന്റണി, രണ്ട് സേവകരും കൂടെ ജാർഖണ്ഡിൽ ചെന്നു. സേവകരെ കാരണം അവരെ രണ്ടുപേരെയും ജാമ്യത്തിൽ വിട്ടു. അവർക്ക് കോടതി ജാമ്യം കൊടുത്തു. അവർ പോലീസ് വിട്ടയച്ചൊന്നുമില്ല, കോടതി ജാമ്യം കൊടുത്തു. നല്ല കാര്യം. രണ്ട് കന്യാസ്ത്രീ അമ്മമാരുടെ കാര്യമാണ്. പോയി അവരെന്താണ് ചെയ്തത്, മതം മാറ്റിയോ മാറ്റിയില്ലേ, ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ അവിടുത്തെ പോലീസും നിയമ സംവിധാനങ്ങളും ഒക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടില്ല. കേരളത്തിലെ നിയമമല്ല തമിഴ്നാട്ടിലെ നിയമമല്ല ജാർഖണ്ഡിലെ പുക വലിക്കാൻ പുക സാധനങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് ജാർഖണ്ഡിൽ. കേരളത്തിൽ അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ ജാർഖണ്ഡിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എനിക്കിവിടെ തമ്പാക്കു കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചകത്ത്. അതിനകത്ത് ഇപ്പം കന്യാസ്ത്രീ ആണെങ്കിൽ രക്ഷിക്കാൻ ആൾ വരും, അല്ലെങ്കിൽ ആരും വരത്തില്ല. അത് കഴിഞ്ഞു. ഇന്നലെ ഒരു പാവം പെൺകുച്ച്, സോന എന്ന് പറയുന്ന ഒരു പെൺകുച്ച്, റമീസ് എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി. അവർ രജിസ്റ്റർ മാരേജ് കഴിച്ചു എന്ന് പറയുന്നു. അതിന്റെ വാസ്തവം നമുക്ക് അറിയത്തില്ല. ആ കുട്ടിയെ മതം മാറാൻ നിർബന്ധിച്ചതിന് പുറത്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ ബ്രിട്ടാസെ ചാവടി യന്ത്രത്തിന് പോകാത്തെ? കേരളത്തിൽ പ്ലെയിനൊന്നും കയറണ്ടല്ലോ, കോട്ടിടണ്ടല്ലോ. എന്താ റഹീമിക്ക പോവാത്തെ? എന്താ ചന്ദ്രശേഖർജി പോവാത്തെ? രാജീവ് ചന്ദ്രശേഖർജി എന്താ അവിടെ വീട്ടിൽ ചെന്നിട്ട് ചാവടി യന്ത്രത്തിന് പോവാത്തെ? നിന്ന് ഫോട്ടോ എടുക്കാത്തെ? ഒരു റീത്തെങ്കിലും കൊണ്ടുവയ്ക്കാത്തെ? എന്താ സതീശൻ സഹാവി ഇങ്ങനെയൊക്കെ? എന്റെ ഗോവിന്ദച്ചാമി ഇങ്ങനെയൊക്കെ മതിയോ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? ഒന്ന് പോയി ഒരു റീത്ത് വെച്ചൂടെ? പോകത്തില്ല, ഇവിടെ ഒന്നും പോകത്തില്ല. കാര്യം എന്താ? മുസ്ലിയാർ സമ്മതിക്കത്തില്ല, കാന്തപുരം സമ്മതിക്കത്തില്ല. ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചു നോക്കട്ടെ. കേരളത്തില് ഒരക്ഷരം മിണ്ടത്തില്ല. ഒരു പട്ടിക്കുട്ടി പോലും മിണ്ടത്തില്ല. റമീസിന് വേണ്ടിയിട്ട്, റമീസിനെ അറസ്റ്റ് ചെയ്യണമെന്നോ റമീസിനെ കുരിശിൽ തറയ്ക്കണമെന്നോ ആരും ആവശ്യപ്പെടത്തില്ല. സോനയ്ക്ക് വേണ്ടിയിട്ട് ആരും ഒരു റീത്തും കൊണ്ടുവയ്ക്കത്തില്ല. ഈ സോന എന്ന് പറയുന്ന കുട്ടി മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇസ്ലാം അല്ല എന്ന് മനസ്സിലാവില്ല. മതം മാറാൻ പറഞ്ഞു. അപ്പം ഒരു ഇസ്ലാമിക ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു വിഷയം വന്നു. ഒരാൾ മരിച്ചു, മറ്റേത് രണ്ടുപേര് കസ്റ്റഡിയിലായതേ ഉള്ളൂ. 14 ദിവസം കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടേണ്ടത്. ഇവരെല്ലാം കൂടെ ഇടപെട്ടപ്പോൾ 20 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി. സ്വാഭാവികമായിട്ട് 14 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടേണ്ട കേസ് 20 ദിവസം ഇവരെല്ലാം കൂടെ ഇടപെട്ട് ജാമ്യം താമസിപ്പിച്ചു. ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആര് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ജനങ്ങളെടുത്ത് കണക്ക് പറയണം. CPMന്റെ സമ്മേളനത്തിൽ കൗഫ ഇട്ടിട്ട് നടന്നിട്ട് മാത്രം കാര്യമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് ഹിന്ദുക്കൾക്ക് വോട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വോട്ടുണ്ടെന്ന് CPM സംസ്ഥാന സമിതി അംഗങ്ങളെങ്കിലും ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.